ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് സ്പേസ് ഇതിൻ്റെ ഒഫീഷ്യൽ ടീസർ പുറത്തിറങ്ങിയപ്പോൾ അത്ര ശുഭകരമായിട്ടുള്ള അല്ലെങ്കിൽ അത്ര തൃപ്തികരമായിട്ടുള്ള ഡീറ്റെയിലോ അല്ലെങ്കിൽ ഒരു വ്യൂ അല്ല ജനങ്ങളിൽ ഉണ്ടായത്. ഒരു തട്ടിക്കൂട്ട് ടീസർ എന്ന പോലെയാണ് ഒട്ടുമിക്ക ആളുകൾക്കും തോന്നിയതെങ്കിൽ കുറേ പേർക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ ഇത് ഡൊമിനിക് സംഭവം ഇതായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം ഗോകുൽ സുരേഷുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ എന്നല്ല, അദ്ദേഹം ജയറാമിൻ്റെ മകൻ്റെ കല്യാണത്തിന് ചെന്നപ്പോൾ ഒരു യൂട്യൂബർ ഇതേപോലെ തന്നെ എടുത്തൊരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞതാണ്. ഈ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിനൊരു റെഫറൻസ് അദ്ദേഹം പറയുകയുണ്ടായി. അത് തന്നെയാണ് ആ സിനിമയുടെ ഹൈലൈറ്റ്. ഇതൊരു കോമഡി സബ്ജക്റ്റിൽ വരുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതും കേട്ടതും പോലെയുള്ള ഒരു സംഭവം തന്നെ. ആ കണ്ട ടീസർ അല്ലെങ്കിൽ ട്രെയിലർ എന്ന് പറയുന്നത് അല്ല അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിലയിരുത്തിപ്പെടേണ്ടത് എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഇവിടെ അദ്ദേഹം തരുന്ന റെഫറൻസ് എന്ന് പറഞ്ഞാൽ പിങ്ക് പാന്തർ എന്ന ചിത്രമുണ്ട്. അതിൻ്റെ പോലെയൊക്കെയുള്ള ഒരു സിനിമയായിരിക്കും എന്നുള്ളതാണ്. അതൊരു ഇംഗ്ലീഷ് മൂവിയാണ്, അല്ലെങ്കിൽ ഒരു സീരീസ് ആയിട്ട് വന്നതാണ്. നമുക്കതൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കാണാൻ കഴിയുന്ന നല്ല ലെവലിലുള്ള ഒരു സംഭവമാണ്. ഐശ്വര്യ റായിയൊക്കെ അതിനകത്തിൽ അഭിനയിച്ച ഒരു ചിത്രമാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു പാറ്റേണിൽ വരുന്ന, അല്ലെങ്കിൽ അതേ കോപ്പി എന്നല്ല, അതേ പാറ്റേണിൽ വരുന്ന ഒരു സംഭവമാണ്. പലപ്പോഴും ആ ഒരു കാര്യം നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ കാണുമ്പോൾ അതിൻ്റെ പോസ്റ്റർ ഡിസൈൻ പോലും ആ ഒരു രീതിയോട് ചേർന്നിട്ടുള്ളത് തന്നെയാണ്. പലപ്പോഴും മമ്മൂട്ടിയുടെയും ഒക്കെ പോസ്റ്റർ വന്നപ്പോൾ പകുതി കട്ടായിട്ടുള്ള പിങ്ക് പാന്തർ മുഴുവനും അങ്ങനെയുള്ള ഒരു പോസ്റ്റർ ഡിസൈനാണ് നമ്മൾ കണ്ടത്. അതേപോലെ കളർ ടോണും, ആ പിങ്ക് കളർ ടോണും ഒക്കെ ഇത് ഏകദേശം സമാനമാണ്. അപ്പോൾ ഡൊമിനിക് ആ ഒരു രീതിയിൽ വരുന്ന ഒരു സംഭവമാണെങ്കിൽ തിയേറ്ററിൽ തീ പിടിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് മമ്മൂട്ടിയും ഗോകുൽ സുരേഷും ഒരുമിച്ച് വരുമ്പോൾ ലോ ബഡ്ജറ്റിൽ വരുന്ന, ബഡ്ജറ്റല്ല ഇവിടെ എടുത്ത് പറയുന്ന കാര്യം, പടം ഒരു ഒന്നൊന്നര പടമായിരിക്കാനുള്ള ഏറെ പ്രതീക്ഷയുണ്ട്. ആദ്യം മുഴുവൻ പ്രതീക്ഷയും നഷ്ടപ്പെട്ടതാണ്. ഒരു പക്ഷേ ഹൈപ്പ് വാനോളം നിന്ന ഒരു സിനിമയുടെ ഹൈപ്പ് കുറച്ചതുമാകാനുള്ള ചാൻസുകളുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഗൗതം വാസുദേവ മേനോൻ ഒരു പടം ചെയ്യുമ്പോൾ അത് മമ്മൂട്ടി കമ്പനിയുടെ കൂടെ ചെയ്യുമ്പോൾ ഇത് രണ്ടുമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ മമ്മൂട്ടി സമീപകാലത്ത് ചെയ്യുന്ന ചിത്രങ്ങളുടെ വ്യത്യസ്തത, ഇത് മൂന്നും കൂടെ ചേരുമ്പോഴത്തേക്ക് നമ്മൾ വലിയ രീതിയിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയായിരിക്കും. ഇവിടെ ചിലർ പറയുന്ന പോലെ 100 കോടി 200 കോടിയല്ല, നല്ല ഒരു സിനിമ കാണുക. കഴിഞ്ഞ 10-15 മമ്മൂട്ടി സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെയും കൊണ്ടും ഒരു തരത്തിലും കുറ്റം പറയാൻ കഴിയാത്ത, അത്ഭുതപ്പെടുത്തുന്ന, ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ ഒരു മലയാളി ഉണ്ടോ എന്ന് തോന്നിക്കുന്ന ലെവലിലുള്ള ഏതെങ്കിലും ഒരു നടൻ ഇന്നും ഇത്രയും ഗംഭീരമായിട്ട് അഭിനയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് എല്ലാ ആരാധകരെ സംബന്ധിച്ചിടത്തോളം തോന്നുന്നൊരു കാര്യമാണ്. അതിൽ വേറിട്ട് നിൽക്കുന്നു മമ്മൂട്ടി. അദ്ദേഹം വീണ്ടും വീണ്ടും മികച്ച സിനിമകൾ വ്യത്യസ്തമായി ചെയ്തു പോരുന്നു എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഡൊമിനിക്കിൻ്റെ സംഭവം ഇതാണെങ്കിൽ ആ തിയേറ്റർ അങ്ങ് പൊളിച്ചോളും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രീൻ മീഡിയാസ്.